പോയിന്റ്. സില്ലി പോയിന്റിൽ ഡിഗോ മാറഡോണയുടെ കഥ തുടരുകയാണ്. 1984 നാപ്പോളി ക്ലബിൽ ചേർന്ന മാറഡോണയെ ഉത്സവാഘോഷങ്ങളോടെ നേപ്പിൾസുകാർ സ്വീകരിച്ചു. ഇറ്റലിയുടെ ഭൂപടം ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടായിരിക്കണം. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഷൂസ് ഇട്ട കാൽ പോലെയാണ് അതിന്റെ രൂപം. നേപ്പിൾസ് പട്ടണവും നാപ്പോളി ക്ലബും ഇറ്റലിയുടെ തെക്ക് ഭാഗത്താണ്. എന്നാൽ പ്രശസ്തമായ ക്ലബ്ബുകളെല്ലാം വടക്കൻ ഇറ്റലിയിലും. യുവാന്റസ്, AC മിലാൻ, ഇന്റർ മിലാൻ, യുഡിനസ്, ഫ്ലോറന്റീന, അറ്റ്ലാന്റ തുടങ്ങിയ എല്ലാ ക്ലബ്ബും വടക്കാണ്. ഇറ്റലിയിലെ പ്രീമിയർ ലീഗായ സീരി എ ചാമ്പ്യൻഷിപ്പ് ഒരിക്കലും തെക്കൻ ഇറ്റലിക്കാർക്ക് കിട്ടാറില്ല. എല്ലാ കൊല്ലവും ചാമ്പ്യൻഷിപ്പ് വടക്കൻ ഇറ്റലിയിലെ ക്ലബ്ബുകൾക്ക്. 1986-87 മാറഡോണ എന്ന വജ്രായുധവുമായി നാപ്പോളി കളിക്കാനിറങ്ങി. പിന്നെയൊരു തേരോട്ടമായിരുന്നു. ഇറ്റാലിയൻ സീരി എയുടെ ചരിത്രം മാറിമറഞ്ഞു. മാറഡോണയുടെ കരുത്തിൽ നാപ്പോളി വിജയങ്ങൾ കൊയ്തു തുടങ്ങി. യുവാന്റസും AC മിലാനും നാപ്പോളിയോട് തോറ്റു. ഇറ്റലിയുടെ ലോകകപ്പ് താരങ്ങൾ ഏറ്റവുമധികം കളിക്കുന്ന ടീമുകളാണ് യുവാന്റസും മിലാനും. ഒടുവിൽ 15 ടീമുകൾ പങ്കെടുക്കുന്ന സീരി എയിൽ അതിന്റെ ചരിത്രത്തിലാദ്യമായി ആ ട്രോഫി തെക്കേ ഇറ്റലിയിലെ നാപ്പോളിയിൽ എത്തി. 42 പോയിന്റുകൾ നാപ്പോളി നേടിയപ്പോൾ 39 പോയിന്റുകളുമായി ഇറ്റലിയിലെ ലോകകപ്പ് ടീം യുവാന്റസ് 2ാം സ്ഥാനത്ത്. ഇന്റർ മിലാനും ഹെല്ലാസ് വെറോണയും AC മിലാനുമൊക്കെ അതിനും താഴെ. പ്രശസ്തിയേറെയുള്ള യുഡിനസും അറ്റ്ലാന്റയും സീരി എയിൽ നിന്ന് തന്നെ പുറത്തായി. നാപ്പോളിയുടെ തെരുവുകൾ അന്ന് പൂത്തുലഞ്ഞു. നഗരം മുഴുവൻ മാറഡോണയുടെ ചുമർചിത്രങ്ങൾ. അക്കാലത്ത് നാപ്പോളിയിൽ ജനിക്കുന്ന കുട്ടികളിൽ ഒരുപാട് പേർക്ക് അച്ഛനമ്മമാർ പേരിട്ടത് മാറഡോണ എന്നായിരുന്നു. അക്കാലത്ത് നാപ്പോളി ടീമിന്റെ കരുത്ത് മാറഡോണയടക്കം 3 കളിക്കാരായിരുന്നു. മാറഡോണ, ജിയോഡാനോ, കരേക്ക. ഇതിലെ മാറഡോണയിലെ മാ, ജിയോഡാനോയിലെ ജി, കരോക്കയിലെ ക 3 അക്ഷരങ്ങൾ ചേർത്താൽ മാജിക്ക എന്നായി. നാപ്പോളിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന മാജിക്ക കൂട്ടുകെട്ട് എന്നാണ് നാപ്പോളിക്കാർ ആ 3 പേർക്കിട്ട പേര്. അക്കാലത്ത് നാപ്പോളി ഏറെ ഉയരങ്ങളിൽ എത്തി. 1987-88 88-89 അവർ സീരി എയിൽ റണ്ണറപ്പായി. വീണ്ടും 89-90 ചാമ്പ്യന്മാരുമായി. 1987 കോപ്പ ഇറ്റാലിയ ചാമ്പ്യൻഷിപ്പ് നേടി. 1989 കോപ്പ ഇറ്റാലിയയിൽ റണ്ണറപ്പ്. 1990 ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ചാമ്പ്യൻഷിപ്പ് വിജയങ്ങളിൽ നാപ്പോളി ആറാടി. പക്ഷേ മാറഡോണ കളിച്ചാൽ നാപ്പോളി ഇറ്റാലിയൻ ചാമ്പ്യന്മാരായാലും പോരല്ലോ, അതിനുമപ്പുറം പോവണ്ടേ. അതിനുള്ള അവസരവും വന്നു. 1989 യുവേഫ കപ്പ്. ഇവിടെ എതിരാളികൾ ഇറ്റാലിയൻ ക്ലബ്ബുകൾ മാത്രമല്ല, യൂറോപ്പിലെ തന്നെ മികച്ച ക്ലബ്ബുകളാണ്. ഓരോ ക്ലബ്ബിലുമുണ്ടാവും ലാറ്റിൻ അമേരിക്കയിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും, ഒരുപക്ഷെ ഏഷ്യയിൽ നിന്നുമുള്ള കളിക്കാർ. പങ്കെടുക്കുന്ന ടീമുകളിൽ ജർമ്മനിയുടെ ബയേൺ മ്യൂണിക്ക്, സ്റ്റുട്ട്ഗാർട്ട്, ബയർ ലെവർക്യൂസൻ, ഹോളണ്ടിലെ അയാക്സ്, ഫ്രാൻസിലെ ബോർദോ, ഇറ്റലിയിലെ യുവാന്റസ്, ഇന്റർ മിലൻ, ബെൽജിയത്തിലെ ആന്റ്വെർപ്പ്, സ്പെയിനിലെ അത്ലറ്റിക്കോ മാഡ്രിഡ് എന്നിവർ. യൂറോപ്യൻ എതിരാളികളെ തകർത്തെറിഞ്ഞ് നാപ്പോളി ക്വാർട്ടറിൽ എത്തി. ക്വാർട്ടറിൽ യുവാന്റസും സെമിയിൽ ബയേൺ മ്യൂണിക്കും നാപ്പോളിക്ക് മുന്നിൽ വീണു. ഒടുവിൽ ഫൈനലിൽ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടും നാപ്പോളിയോട് കീഴടങ്ങി. തെക്കേ ഇറ്റലിയിലെ ആരോരുമല്ലാത്ത നാപ്പോളി ക്ലബ്ബ് മാറഡോണ എന്ന ക്യാപ്റ്റന് കീഴിൽ യുവേഫ ചാമ്പ്യന്മാരായി. സില്ലി പോയിന്റിലെ അടുത്ത ദിവസം നിങ്ങൾക്ക് കേൾക്കാം 1986 ലോകകപ്പ് വിശേഷങ്ങൾ. മാറഡോണയുടെ ലോകകപ്പാണത്. സില്ലി പോയിന്റ്. നിർവഹണം KM നരേന്ദ്രൻ.